ഫ്രണ്ട്ലി PSC, ഞാൻ ആര്യ. അപ്പോൾ ഇന്ന് നമ്മൾ ചേർത്തെഴുത്ത് പിരിച്ചെഴുത്തിന്റെ ഒരൊറ്റ ക്ലാസ് ആയിട്ട് ഇടുകയാണ്. അപ്പോൾ 2024 LDC, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ഡിഗ്രി ലെവൽ എല്ലാ എക്സാമുകളും CPO തുടങ്ങി മലയാളമുള്ള എല്ലാ പരീക്ഷകൾക്കും സിലബസിൽ ചേർത്തെഴുത്ത് പിരിച്ചെഴുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ പരീക്ഷകൾക്കും ഇത് യൂസ്ഫുൾ ആണ്. അതുപോലെ മലയാളം സ്റ്റഡി പ്ലാൻ ചോദിച്ചിരുന്നു. സ്റ്റഡി പ്ലാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉടനെ തരുന്നതാണിത്. അപ്പോൾ ഫ്രണ്ട്ലി PSC ടെലഗ്രാമിൽ അതിൻ്റെ ലിങ്കുകളൊക്കെ ഇടും. അപ്പോൾ ജോയിൻ ചെയ്യാത്തവർ ഫ്രണ്ട്ലി PSC ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. അതുപോലെ 2024 LDCക്ക് വേണ്ടിയിട്ട് മലയാളത്തിൻ്റെ ഒരു ക്രാഷ് കോഴ്സ് ഫ്രണ്ട്ലി PSC ആപ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മലയാളം ബുദ്ധിമുട്ടുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം, കോഡിലൂടെ പഠിക്കാം. അതുപോലെ നമ്മുടെ ഫ്രണ്ട്ലി PSC ബുക്കും കൂടെ വാങ്ങി PYQയും കൂടെ ചെയ്യുകയാണെങ്കിൽ മലയാളത്തിന് നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ചേർത്തെഴുത്ത് പിരിച്ചെഴുത്ത് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഓർത്ത് വയ്ക്കാൻ കുറച്ച് എളുപ്പമുള്ളതും PSC ഇടയ്ക്കിടയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളതുമായ ചില പദങ്ങളും അതിന്റെ നിയമങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ചില പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മലയാളത്തിൽ ചില പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു മാറ്റം ഉണ്ടാകാത്തത് എന്നതിന്റെ കാരണം നമുക്ക് ആദ്യം നോക്കാം. കൈയും കാലും കൂടെ ചേർന്ന് കൈകാലുണ്ടായി, ഒരു മാറ്റവും ഇല്ല, ഇരട്ടിപ്പ് ഒന്നുമില്ല. ആന കുതിരകൾ ചേർന്ന് ആന കുതിരകൾ, ഈട്ടി കുന്തങ്ങൾ ചേർന്ന് ഈട്ടി കുന്തങ്ങൾ, രാ പകൽ ചേർന്ന് രാപകൽ. എന്താണ് ഇവിടെ ഇരട്ടിക്കാത്തതെന്ന് ചോദിച്ചാൽ വ്യാകരണ നിയമപ്രകാരം ഈ പൂർവ്വപദത്തിനും ഉത്തരപദത്തിനും തുല്യ പ്രാധാന്യം വന്നതുകൊണ്ട് നമ്മുടെ ചേർത്തെഴുത്ത് ഇരട്ടിപ്പ് കാണിക്കില്ല. അത് മലയാളത്തിലൊരു നിയമമാണ്. ഇനി എന്താണ് പ്രാധാന്യം? എൻ്റെ കൈക്കും കാലിനും എനിക്ക് തുല്യ പ്രാധാന്യമാണുള്ളത് അല്ലേ? അതുപോലെ ഇപ്പൊ ഒരു യുദ്ധത്തിൽ ആനയ്ക്കും കുതിരയ്ക്കും തുല്യ പ്രാധാന്യമുള്ള ആന കുതിരകൾ. പിന്നെ രാത്രിക്കും പകലിനും തുല്യ പ്രാധാന്യം, ഒരെണ്ണം മാത്രം മതി, പകലും മാത്രം മതി, അങ്ങനെ പറയാൻ പറ്റില്ല. രണ്ടും ഈക്വൽ ആയിട്ട് നമുക്ക് വേണം. രാവും പകലും തുല്യ പ്രാധാന്യം. അതുകൊണ്ടാണ് രാപകൽ ഇരട്ടിക്കാത്തത്. എല്ലാവർക്കും കൺഫ്യൂഷൻ ആണ്. അപ്പൊ പദശുദ്ധിയിൽ നമ്മൾ പഠിച്ചു രാപകലിന് ഇരട്ടിപ്പില്ലാന്ന് അല്ലെ. റീസൺ എന്താ? തുല്യ പ്രാധാന്യമായതുകൊണ്ടാണ്, രാവിനും പകലിനും. അപ്പൊ ഈട്ടി കുന്തങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് സംശയം വരും. അപ്പൊ ഈട്ടിയും കുന്തവും അതെങ്ങനെ തുല്യ പ്രാധാന്യമാവും? ഈട്ടി എന്ന് പറഞ്ഞാൽ ഒരു മരം എന്നർത്ഥമുണ്ട്, അതല്ലാതെ ഈട്ടിക്ക് കുന്തം പോലെയുള്ളൊരു ആയുധം എന്ന അർത്ഥമുണ്ട്. അപ്പൊ ആ ആയുധത്തിനും കുന്തത്തിനും തുല്യ പ്രാധാന്യമായിട്ടാണ് പ്രയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈട്ടി കുന്തത്തിന് ഇരട്ടിപ്പൊന്നുമില്ലാതെ വെറും കുന്തമായിട്ട് കാണുന്നത്. ഇനി അടുത്ത വാക്കാണ് അലറും ശരനും കൂടെ ചേരുമ്പോ അലർശരൻ ഉണ്ടാകുന്നു. അപ്പോ സാധാരണ ഞാൻ ക്ലാസ്സിൽ ട്രിക്സ് പറയും അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ സാധാരണ ഒരു ശരമാണ് ഉള്ളത് എന്ന് ഓർത്താൽ മതി. അപ്പൊ അലർ വെറും ശരൻ, അലർ ശരനാണ്. ഇനി അതിന്റെ മലയാളത്തിലെ റീസൺ എന്താന്ന് ചോദിച്ചാല് അലർ എന്ന് പറയുന്നതും ശരൻ എന്ന് പറയുന്നതും വിശേഷണമായതുകൊണ്ടാണ്. അത് രണ്ടും വിശേഷണമാണ്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊന്നും നമ്മുടെ പദം ഇരട്ടിപ്പൊന്നും കാണിക്കില്ല. ഇനി അടുത്തത് എരി അധികം തീ, എരിതീയാണ്. കട അധികം കോൽ, കടകോലാണ്. ഇവിടെ എന്താണ് ഇരട്ടിപ്പ് കാണിക്കാത്തത്? എരുത്തിയോ കടക്കോലോ ഒന്നൊന്നും അല്ലല്ലോ ചേർത്ത് എഴുതുമ്പോൾ കിട്ടുന്നത്. വെറും എരുതിയും വെറും കടകോലുമാണ്. അതും ഒരു മലയാള വ്യാകരണ നിയമമാണ്. നിയമം വേണമെന്നുള്ളവർ മാത്രം പഠിച്ചാൽ മതി, അല്ലാത്തവര് ഉത്തരം മാത്രം പഠിച്ചു വെച്ചോ കേട്ടോ. റീസൺ, എരിക്കുക എന്ന് പറയുന്ന ക്രിയയുടെ ശുദ്ധരൂപം അഥവാ ശുദ്ധരൂപത്തിനാണ് നമ്മൾ ധാതു എന്ന് പറയുന്നത്. അപ്പൊ ക്രിയയുടെ ശുദ്ധരൂപത്തെ നമ്മൾ ക്രിയാധാതു എന്നാ പറയാം. അപ്പോഴേ ഈ പൂർവ്വപദമായിട്ട് ഒരു ക്രിയയുടെ ധാതുരൂപം വന്നാല് ചേർത്തെഴുത്തിൽ ഇരട്ടിപ്പ് കാണിക്കൂല. അത് മലയാളത്തിൽ ഒരു നിയമമാണ്. അപ്പോ എരിക്കുക ഊതി ഊതി എരിക്കില്ലേ. അപ്പോ എരിക്കുക എന്നതിന്റെ ക്രിയാധാതുവായ എരി വന്നതുകൊണ്ടാണ് എരുതി ഇരട്ടിക്കാത്തത്. ഇനി അടുത്തത് കടകോൽ. കടയുക എന്താ? ഈ വെണ്ണ കടയൂലേ. അപ്പോ കടയുക എന്നതിന്റെ ക്രിയാധാതു, അതായത് ഏറ്റവും ശുദ്ധമായ രൂപം, പ്രത്യേകമൊന്നും ചേരാത്ത ശുദ്ധ രൂപമാണ് കട എന്ന് പറയുന്ന ധാതു. ഇപ്പൊ കടയുക എന്ന് പറയുന്ന ക്രിയയുടെ ധാതു ആയതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് പറയും? ക്രിയാധാതു എന്ന് പറയും. അപ്പൊ പൂർവ്വപദമായിട്ട് ഇത്തരത്തില് ഒരു ക്രിയാധാതു വന്നതുകൊണ്ടാണ് കടകോല് ഇരട്ടിക്കാത്തത്. ഇനി അടുത്തത് ആ അധികം കാലം, ആ കാലം ഇരട്ടിച്ചോ? ഇല്ല. ഈ അധികം കാലം, ഈ കാലം ഇരട്ടിച്ചോ? ഇല്ലല്ലോ. അതായത് ചുട്ടെഴുത്ത് എന്താന്ന് ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്, ബേസിക് ക്ലാസ്സുകളിൽ. അപ്പൊ ചൂണ്ടിപ്പറയാൻ ഉപയോഗിക്കുന്ന എഴുത്തുകളാണ് ചുട്ടെഴുത്ത്. ഏതൊക്കെയാണ്? ആ, ഇ, എ. പിന്നെ ആ, ഇ, എ അല്ലെ. കുറച്ച് ദൂരെയുള്ള സാധനത്തെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ദീർഘങ്ങളായ ചുട്ടെഴുത്തും അടുത്തുള്ള സാധനങ്ങളെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും?
ഹ്രസ്വങ്ങളായ ചുട്ടെഴുത്ത് ഉപയോഗിക്കും അല്ലെ. അപ്പൊ ആയും ഈയും ഏയും ഒക്കെ എന്താ ദീർഘങ്ങളായ ചുട്ടെഴുത്താണ്. ഇത്തരത്തില് ദീർഘങ്ങളായ ചുട്ടെഴുത്തിനോടൊപ്പം നമ്മളൊരു വാക്ക് ചേർത്ത് എഴുതുമ്പോൾ അവിടെയും ഇരട്ടിപ്പൊന്നും കാണൂല. അപ്പൊ അതുപടി അങ്ങ് എഴുതിയാൽ മതി. അപ്പൊ ആ അധികം കാലം ആ കാലവും ഈ അധികം കാലം ഈ കാലവുമാണ്. ഇനി ഹ്രസ്വമായ ചുട്ടെഴുത്തിന്റെ കൂടാണ് ഞാൻ ചേർക്കുന്നതെങ്കിൽ എങ്ങനെ വരും? അതായത് ആ അധികം കാലം അക്കാലം എന്ന് വരും കേട്ടോ. അക്കാലം വരും. അപ്പൊ അവിടെ ഇരട്ടിപ്പ് വന്നു. അപ്പോ ഹ്രസ്വമായ ചുട്ടെഴുത്തിന്റെ കൂടെ ആണെങ്കിൽ ഇരട്ടിക്കും, എന്നാല് ദീർഘമായ ചുട്ടെഴുത്തിന്റെ കൂടെ ആണെങ്കിൽ ഇരട്ടിക്കില്ല. അപ്പൊ ഇരട്ടിക്കാത്ത സാഹചര്യങ്ങള് പഠിച്ചു കാണുമല്ലോ. അപ്പൊ നമുക്കിനി അടുത്ത മുൻകാല ചോദ്യങ്ങളും അതിന്റെ മലയാള നിയമവും നോക്കാം. അടുത്ത PSC ക്ക് ചോദിക്കുന്ന മറ്റൊരു പാറ്റേൺ ആണ് വിസർഗം വരുന്നത്. ഈ വിസർഗം വരുന്നതിന് കുറച്ച് മലയാള റൂളുകളുണ്ട് കേട്ടോ. മന 2 കുത്ത്, അതിനാണ് നമ്മൾ വിസർഗം എന്ന് പറയാം. മന, വിസർഗം, സാക്ഷി. നമുക്ക് 2 രീതിയിൽ എഴുതാം. ഒന്ന് മനസാക്ഷി എന്ന് എഴുതുന്നതും ശരിയാണ്, അല്ലെങ്കിൽ മനസാക്ഷി എന്ന് എഴുതുന്നതും ശരിയാണ്. തപ വിസർഗം ശക്തി, തപ ശക്തി എന്ന് എഴുതുന്നതും ശരിയാണ്, തപ വിസർഗം ശക്തി എന്ന് എഴുതുന്നത് രണ്ടും ശരിയാണ്. അപ്പൊ പരീക്ഷയ്ക്ക് ഇങ്ങനെ വിസർഗം ഇട്ടാണ് ചോദിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഓർത്തിരിക്കാനായിട്ട് ഞാൻ കോഡ് തന്നതെന്ന് വെച്ചാല് മനസാക്ഷി കുത്ത്. ഇപ്പൊ മനസാക്ഷി ഇല്ലാതെ പെരുമാറിയ നമ്മുടെ മനസ്സിന് ഭയങ്കര കുത്തായിരിക്കും എന്ന് ഓർത്തിട്ട് കുത്തുള്ളതാണെന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചത്. ഇനി യഥാർത്ഥ മലയാള റൂള് പറയാൻ പോവാണേ. വിസർഗത്തിന് ശേഷം ശാശാസ, വിസർഗത്തിന് ശേഷം ശാശാസ ഇതിലേതെങ്കിലും വരികയാണെങ്കിൽ ചേർത്തെഴുത്തിൽ നമ്മുടെ വിസർഗം ഒന്നെങ്കില് ഈ സെയിം സാധനമായിട്ട് മാറും, അല്ലെങ്കിലോ വിസർഗം വിസർഗമായിട്ട് തുടർന്നാലും ശരിയാണ്. ഫസ്റ്റ് കേസില് വിസർഗം കഴിഞ്ഞ് സാ വന്നു, അപ്പൊ വിസർഗം സായായിട്ട് മാറി. അപ്പൊ ഓൾറെഡി ഉള്ള സായുടെ കൂടെ നമ്മുടെ വിസർഗത്തിന്റെ സായും കൂടെ വന്നത് കൊണ്ടാണ് മനസാക്ഷിയായത്. നെക്സ്റ്റ് കേസ് അല്ലെങ്കിൽ എങ്ങനെ വരാം? വിസർഗം അതുവഴി തുടർന്നാലും ഓക്കെയാണ്, ശരിയാണ്. അപ്പൊ അതുവഴി തുടർന്ന കേസിൽ പ്രത്യേകിച്ച് ഒരു സാ വരുന്നില്ല, നിലവിലുള്ള സാ മാത്രമല്ല, വിസർഗം അതുവഴി തുടർന്നു, മനസാക്ഷി. അങ്ങനെയാണ് രണ്ടും ശരിയായത്. നെക്സ്റ്റ് കേസില് വിസർഗത്തിന് ശേഷം ഷാ വന്നു, വിസർഗത്തിന് ശേഷം ഷാ ഏത് വന്നാലും ഇവിടെ വിസർഗം ഒന്നെങ്കിൽ ഈ സാധനമായിട്ട് മാറും. അപ്പോ ഓൾറെഡി ഉള്ള ശക്തിയുടെ കൂടെ വിസർഗം ഷായായിട്ട് മാറിയപ്പോ തപശക്തിയായി. ഇനി വിസർഗം അതുപടി തുടർന്നാലും ശരിയാ. അപ്പൊ എന്താ? തപ 2 കുത്ത് ശക്തി, വിസർഗം ശക്തി. റൂള് മനസ്സിലായല്ലോ. ഇനി നമ്മുടെ മനസ്സിലെ കോഡ് മനസാക്ഷി കുത്ത് ഓർത്താൽ മതി അല്ലെ. ഇനി അടുത്ത പാറ്റേൺ ആണ് അധ വിസർഗം തലം, അധസ്ഥലമായി. അപ്പൊ ആ റൂള് പറ്റത്തില്ല അല്ലെ. മന അധികം താപം, മനസ്താപമായി. അപ്പൊ അതിന്റെ റൂൾ എന്ന് പറഞ്ഞാൽ അല്ലെ, നമ്മുടെ വിസർഗത്തിന്റെ കൂടെ താ ചേർന്ന് വന്നാൽ അത് ഏത് വിസർഗം സ്ഥായായി മാറും. എന്താണ്? നമ്മുടെ വിസർഗത്തിന്റെ കൂടെ തായാണ് ചേർന്ന് വരുന്നെങ്കിൽ വിസർഗം എന്തായിട്ട് മാറും? സ്ഥായായി മാറും. വിസർഗത്തിന് ശേഷം താ ചേർന്ന് വരുന്ന കേസിൽ നമ്മുടെ വിസർഗം സ്ഥായായിട്ട് മാറുന്നത് കൊണ്ടാണ് അധതലം അധസ്ഥലവും മനതാപം മനസ്താപവുമായിട്ട് മാറിയത്. അപ്പൊ എന്താണ് ചുട്ടെഴുത്ത് എന്ന് പറയുന്നത്? അതായത് ചൂണ്ടിപ്പറയാൻ ഉപയോഗിക്കുന്ന എഴുത്തുകളാണ് ചുട്ടെഴുത്ത്. ഉദാഹരണം ആ, ഈ, എ. അതായത് ആ സാധനം, ഈ സാധനം, ഏത് സാധനം എന്നുള്ള രീതിയിൽ നമ്മൾ ആയും ഈയും എയും ഉപയോഗിക്കില്ലേ. ഇനി നമ്മൾ ഉദ്ദേശിച്ച സാധനം കുറച്ച് ദൂരെയാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇത് ആ സാധനമാണ്, അല്ലെങ്കിൽ ഇത് ഈ സാധനമാണ് എന്ന് പറയും അല്ലെ. അതുപോലെ ഏത് സാധനമാണ്. അതായത് ചുട്ടെഴുത്ത് 2 രീതിയിലുണ്ട്. അതായത് നമ്മള് ഹ്രസ്വമായിട്ട് ഉച്ചരിക്കുന്ന ചുട്ടെഴുത്തുണ്ട്, അതിനെ ഹ്രസ്വങ്ങളായ ചുട്ടെഴുത്ത് എന്ന് പറയും. ഉദാഹരണം ആ, ഈ, എ. ഇനി ദൂരെയുള്ളതിനെ ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്ന ദീർഘങ്ങളായ ചുട്ടെഴുത്തുണ്ട്. അതേതാണ്? ആ, ഈ, എ. അപ്പൊ ഹ്രസ്വങ്ങളായ ചുട്ടെഴുത്ത് വന്നാലും ദീർഘങ്ങളായ ചുട്ടെഴുത്ത് വന്നാലും വൃത്തസന്ധിയിൽ വരുന്ന മാറ്റം നമുക്ക് നോക്കാം. ആ, ഈ, എ എന്നീ ഹ്രസ്വങ്ങളായ ചുട്ടെഴുത്ത് വ്യഞ്ജനത്തോട് ചേരുമ്പോൾ നമ്മളുടെ വ്യഞ്ജനത്തിന് ഇരട്ടിപ്പ് സംഭവിക്കുന്നു. ഹ്രസ്വങ്ങളായ ചുട്ടെഴുത്ത് വ്യഞ്ജനത്തോട് ചേരുമ്പോൾ വ്യഞ്ജനത്തിന് ഇരട്ടിപ്പ് സംഭവിക്കുന്നു. നമുക്ക് നോക്കാം. ആ
അധികം കാലം. ക എന്ന് പറയുന്ന വ്യഞ്ജനമാണ്, അപ്പൊ ഇരട്ടിപ്പ് വരണ്ടേ? ഇത് ഹ്രസ്വവുമാണ്, അപ്പൊ എന്ത് വേണം? അക്കാലം അല്ലേ ഡിഗ്രി പ്രിലിംസിന് വന്നത്. അടുത്തത് ആ അധികം ദ്വാരം. ദ എന്ന് പറയുന്നത് വ്യഞ്ജനമാണ്, ആ എന്ന് പറയുന്നത് ഹ്രസ്വമായ ചുട്ടെഴുത്താണ്, അപ്പൊ ഇരട്ടിക്കേണ്ട ഏതാ? അപ്പൊ അദ്വാരം. ഈ അധികം കണ്ട. ക വ്യഞ്ജനം. ഇക്കണ്ട. ആ അധികം ദിക്കിൽ. അദിക്കിൽ. ഏ അധികം നരകം. എന്നാ ഇന്നയാവണം. എന്നരകം. ഇത്രയും കിട്ടി. അപ്പൊ ഇത് ചോദിച്ചു. ഇനി അടുത്തത് എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻ വന്നൊരു ഭാഗമാണ് അടുത്തത്. കാരണം ഇത് തമ്മിൽ ചേർക്കാനല്ല ചോദിച്ചത്, ഇത് വന്നിട്ട് ഇങ്ങനെ പിരിച്ചെഴുതാനാണ് ചോദിച്ചത്. അപ്പോ ഈ എന്താണ്? ഹ്രസ്വമായ ചുട്ടെഴുത്താണ്. നീ എന്ന് പറയുന്നതോ വ്യഞ്ജനമാണ്. ഹ്രസ്വമായ ചുട്ടെഴുത്തിന്റെ കൂടെ നാ എന്ന് പറയുന്ന വ്യഞ്ജനം ചേരുമ്പോ എന്ത് ചെയ്യണം? നാ ഇരട്ടിക്കണം. അതുകൊണ്ടാണ് ഇന്നീ വന്നതും നാ ഇരട്ടിച്ചതും. അപ്പൊ ഇതാണ് ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചത്. അടുത്തത് ഈ അധികം വണ്ണം ഇവണ്ണം. വാ ഇരട്ടിച്ചു. എ അധികം കാര്യം എക്കാര്യം. എ അധികം ദേവൻ എദ്ദേവൻ. ആ അധികം തരം അത്തരം. ആ അധികം പടി അപ്പടി. അപ്പൊ ഹ്രസ്വങ്ങളായ ചുട്ടെഴുത്തിനോടൊപ്പം വ്യഞ്ജനം വന്നാൽ വ്യഞ്ജനം ഇരട്ടിക്കണം. അപ്പൊ ഹ്രസ്വങ്ങളായ ചുട്ടെഴുത്ത് ചേർന്ന് വരുന്ന ദ്വിത്വസന്ധി നമ്മൾ പഠിച്ചു, വ്യഞ്ജനം ഇരട്ടിക്കുന്നു എന്നുള്ളത്. ഈ സെയിം ഹ്രസ്വങ്ങളായ ചുട്ടെഴുത്തിനോടൊപ്പം ശിഥില വർണ്ണങ്ങൾ ചേർന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ് ഇനി ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. ഇനി അടുത്തത് ഹ്രസ്വങ്ങളായ ചുട്ടെഴുത്തിനോടൊപ്പം ശിഥില വർണ്ണം വരുമ്പോഴുള്ള മാറ്റം. അപ്പൊ എന്തൊക്കെയാണ് ശിഥില വർണ്ണങ്ങൾ എന്ന് പറയാം? യ, ര, ല, വ എന്നീ മധ്യമങ്ങള്, ഹ എന്ന ഘോഷി, ങനനമ എന്ന അനുനാസികം, ഇതിനെല്ലാമാണ് ശിഥിലവർണ്ണം എന്ന് പറയാം. ശിഥിലവർണ്ണത്തിന്റെ ഒക്കെ ക്ലാസ് പ്രിലിംസ് പ്ലേലിസ്റ്റിലുണ്ട്, കണ്ടാൽ മതി. ശബ്ദവിഭാഗം അതിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഹ്രസ്വങ്ങളായ ചുട്ടെഴുത്തിനോടൊപ്പം ശിഥിലവർണ്ണങ്ങൾ ചേർന്ന് എഴുതുമ്പോൾ എന്താണ് ഉത്തരം കിട്ടാം? ആധികം മാതിരി, അമ്മാതിരി. അതായത് സെയിം റൂൾ അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞ വ്യഞ്ജനം ചേരുമ്പോൾ വ്യഞ്ജനം ഇരട്ടിക്കും എന്ന് പറഞ്ഞ സെയിം റൂൾ തന്നെ വെച്ചിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. ആധികം മാതിരി അമ്മാതിരി. ആധികം വിധം അവ്വിധം. വായിരട്ടിച്ചു. ഈ അധികം വണ്ണം ഇവണ്ണം. എന്നാൽ നമുക്ക് ആ സെയിം സംഗതി തന്നെ മറ്റൊരു രീതിയിൽ എഴുതാം. അതായത് നമ്മുടെ ഈ ചുട്ടെഴുത്ത് ദീർഘിപ്പിച്ചിട്ട് എഴുതാം. അപ്പൊ ഒരു കാര്യമുണ്ട്, അപ്പൊ നമ്മുടെ ശിഥിലവർണ്ണം ഇരട്ടിക്കേണ്ടതില്ല. അപ്പൊ എങ്ങനെ വരും? ആധികം മാതിരി. ആ വെറും മാതിരി അല്ല, ഇമ്മ വേണ്ട. ആധികം വിധം ആ വിധം. ഈ അധികം വണ്ണം ഈ വണ്ണം. അങ്ങനെ എഴുതാം. അപ്പൊ ശിഥിലവർണ്ണങ്ങൾ വരുന്ന കേസിൽ നമുക്ക് രണ്ട് രീതിയിൽ എഴുതിയാലും ശരിയാണ്. നോർമൽ ഉള്ള രീതി അല്ല, നമ്മളുടെ ചുട്ടെഴുത്ത് ദീർഘിപ്പിച്ചു എഴുതാം. ഇനി അടുത്തത് ദീർഘങ്ങളായ ചുട്ടെഴുത്ത് വരുമ്പോഴുള്ള മാറ്റം. ദീർഘങ്ങളായ ചുട്ടെഴുത്ത് ഏതൊക്കെയാ? ദൂരെ ഉള്ളത് ചൂണ്ടി പറയാൻ ഉപയോഗിക്കുന്നത് അല്ലെ. ആ, ഈ, ഏ. അപ്പൊ അവര് വരുമ്പോഴുള്ള മാറ്റമാണ് ഇനി അടുത്തത്. ആ അധികം കാലം, ആ കാലം. ഒരു മാറ്റവും ഇല്ല. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്? ഇരട്ടിപ്പ് വന്നാലും ദ്വിത്വസന്ധിയാണ്, ഇരട്ടിപ്പ് വന്നില്ലെങ്കിലും ദ്വിത്വസന്ധിയാണ്. അപ്പൊ ഇവൻ എന്താണ്? ഇവൻ ദ്വിത്വസന്ധി തന്നെയാണ്, യാതൊരു മാറ്റവും ഇല്ലാത്ത വരുന്നതിന് ഉദാഹരണമാണ്. ആ എന്ന ഹ്രസ്വത്തിന്റെ കൂടെ കാലം, ആ കാലം. ഈ അധികം വിധം, ഈ വിധം. അപ്പോ നമ്മുടെ ഹ്രസ്വങ്ങളായ ചുട്ടെഴുത്തും ദീർഘമായ ചുട്ടെഴുത്തും ശിഥിലവർണ്ണമൊക്കെ ചേർന്ന് വരുന്ന ദ്വിത്വസന്ധിയിലെ ഭാഗം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ആദ്യം നമുക്ക് ഈ ത്വമ്മ് ചേർന്ന് വരുന്ന പദങ്ങൾ ചിലർക്ക് പ്രശ്നമാണ്. അതായത് ഇപ്പൊ പദശുദ്ധിയിലാണ് അത് കൂടുതൽ ചോദിക്കുക. ചിലതിൽ വെറും ത്വമ്മായിരിക്കും, ചിലതിൽ ഇത്വം ആയിരിക്കും, ചിലതിൽ ഇത്തമായിരിക്കും. അപ്പൊ അതെന്തുകൊണ്ടാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് ഈ സംസ്കൃത പദങ്ങളിൽ ആണ് നമ്മൾ പൊതുവെ ത്വമ്മ് കണ്ടുവരുന്നത്. മലയാള പദങ്ങളിലാണെങ്കിൽ നമ്മൾ തമ്മാണ് കണ്ടുവരുന്നത്. രണ്ടിനും പിവൈക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഗുണം, സ്വഭാവം എന്നിവയെ കാണിക്കാനായിട്ടാണ് നമ്മൾ ത്വം എന്ന പദം ചേർക്കുന്നത്. ഗുണത്തെയും സ്വഭാവത്തെയൊക്കെ കാണിക്കാനാണ് ത്വം എന്ന പദം ചേർക്കുന്നത്. പൊതുവെ ത്വം നമ്മൾ സംസ്കൃത പദങ്ങളോടാണ് ചേർക്കുന്നത്. അപ്പോ ചിലപ്പോ ത്വമ്മ് ചേർക്കുമ്പോൾ നമ്മള് ഉത്തരത്തില് മഹത്വം കിട്ടും, അതായത് രണ്ട് തം കിട്ടും.
ചിലതില് പ്രഭുത്വം ഒരു തമ്മേ ഉള്ളൂ. ഇപ്പൊ എന്താണ് സംഭവം എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് മഹത് അധികം ത്വമ്മ ചേരുമ്പോൾ മഹത്വം ഉണ്ടായി. അപ്പൊ മഹത് അധികം ത്വമ്മ ചേർന്ന് മഹത്വം, ബൃഹത് അധികം ത്വം ചേർന്ന് ബൃഹത്വം, തത് അധികം ത്വം ചേർന്ന് തത്വം. അപ്പൊ തത്വവും മഹത്വവും ഒക്കെ മുൻകാല ചോദ്യമാണ് അല്ലെ, രണ്ട് താ വരുന്നത്. അപ്പൊ ഓർത്ത് വെക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഭയങ്കര തത്വമാണ്, ഭയങ്കര മഹത്വമാണ് തോന്നുന്ന രണ്ട് താ ഓർക്കാം. ശരിക്കുള്ള നിയമം എന്താണ്? നിയമം എന്ന് വെച്ചാല് ഈ പദം തികാരമുണ്ട് ഇവിടെ അല്ലെ, ത് എന്ന് പറയുന്ന ശബ്ദമുണ്ട്, അതിന്റെ കൂടെ ത് ചേരുമ്പോ രണ്ട് തായായില്ലേ, അതുകൊണ്ടാണ് ഇവിടെ ഇത്വം വരുന്നത്. അടുത്ത പദം അതുപോലെ തന്നെ ബൃഹത്ത്, അതിലൊരു തികാരമുണ്ട്, അതിലൂടെ നമ്മൾ വീണ്ടും ഒരു ത്വമ്മ ചേർക്കുമ്പോൾ രണ്ട് താഴെ കോമ്പിനേഷൻ ആണ് അവിടെ വരുന്നത്, അതുകൊണ്ടാണ് ബൃഹത്വത്തിന് രണ്ട് താഴെ. ഇതും അതുപോലെ തന്നെ തത്വ അധികം ത്വം തത്വം. അപ്പൊ നിങ്ങള് വയ്ക്കൂല, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഇതുപോലത്തെ സംഭവം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ഇരുന്നൊന്ന് പതുക്കെ ഒന്ന് പിരിച്ചു നോക്കുക. പിരിച്ചു നോക്കുമ്പോൾ രണ്ട് താ ഇതുപോലെ കാണാൻ പറ്റിയാൽ എന്താണ് ആ പദശുദ്ധിയിൽ തരുന്നതിന് അവസാനം ത്വമായിരിക്കും ആലോചിക്കുക. അപ്പൊ ഇത് സംഭവം മനസ്സിലായല്ലോ. മഹത്വവും തത്വവും ബൃഹത്വത്തിനൊക്കെ രണ്ട് താ വരാൻ കാരണം മനസ്സിലായല്ലോ. ഇനി അടുത്ത പദം പ്രഭു അധികം ത്വം, പ്രഭുത്വം. അതിനിവിടെ താ കണ്ടില്ലല്ലോ, അപ്പൊ ഒരു താ പോലെ നമുക്ക്. അപ്പൊ പ്രഭു അധികം ത്വം പ്രഭുത്വമാണ്, ഒരു താ മതി. സ്ത്രീ അധികം ത്വം സ്ത്രീത്വം, സ്ത്രീ അധികം ത്വം സ്ത്രീത്വം മതി. അടുത്തത് മൂഢ അധികം ത്വം മൂഢത്വം, മൃഗ അധികം ത്വം മൃഗത്വം, മനുഷ്യ അധികം ത്വം മനുഷ്യത്വം, സമ അധികം ത്വം സമത്വം. ത എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലായിരുന്നു അല്ലെ, ഇവിടെയൊക്കെ എന്താ കാരം ഉണ്ടായിരുന്നു, ഇവിടെ വരുന്നുണ്ടോ? വരുന്നില്ല. അപ്പൊ വരാത്ത കൊണ്ട് ഇവിടെ എല്ലാ കേസിലും നമുക്ക് ത്വം ഇട്ടാ മതി. അപ്പൊ ഇത്വത്തിലും ത്വമ്മിലും അവസാനിക്കുന്ന പദം. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സംസ്കൃത പദങ്ങളാണ്. സംസ്കൃത പദങ്ങളോട് കൂടിയാണ് നമ്മൾ ത്വമ്മ് ചേർക്കുന്നത്, ഗുണത്തെയും സ്വഭാവത്തെയൊക്കെ കാണിക്കാനായിട്ട്. ഇനി അടുത്ത മലയാള പദത്തിനോട് എന്താണ് ചേർക്കേണ്ടത്? തമ്മാണ് ചേർക്കേണ്ടത്. അതിൽ നിന്ന് വന്ന മുൻകാല ചോദ്യമാണെന്ത്? അടിമത്ത. ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ അടി കൊണ്ട് മത്തായി ഓർത്താമെന്ന് പറഞ്ഞു. അപ്പൊ റീസൺ എന്താണ്? മലയാള പദത്തോട് നമ്മൾ ഇത്തം ചേർക്കുമ്പോൾ അതുകൂടി അങ്ങ് എഴുതിയാൽ മതി. അടിമ അധികം തം അടിമത്തം, മടയ അധികം തം മടയത്തം, വിഡ്ഢി അധികം തം വിഡ്ഢിത്തം, വായാടിത്തം മുതലാളിത്തം. കണ്ടോ മുതല, അത് ചിലർക്ക് സംശയം മോയാണോ എന്ന് സംശയം. അപ്പൊ എന്താ മുതല് സൂക്ഷിക്കാൻ മുതല ഉണ്ടെന്ന് ഓർത്താൽ മതി. അപ്പൊ മുതലാളിത്തം മൂവാണ്, മുതലാളിത്തമാണ്. പിന്നെ പങ്കാളിത്തം, ഇതൊക്കെ നമ്മൾ പ്രയോഗിക്കുന്ന വാക്കുകളാണ്. ഇതിലൊക്കെ എന്താ മലയാള പദമാണ്. അപ്പോ തം 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 മതി. ഇതൊക്കെ സംസ്കൃതത്തിൽ നിന്ന് എടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂടെ ത്വം ത്വമാണ് തന്നെ. അപ്പൊ ഈ സംഭവം മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് അടുത്ത PSC ചോദിച്ച അടുത്ത റൂള് നോക്കാം. തിരുമുൻ അധികം കാഴ്ച. ഉത്തരം എന്താണ്? തിരുമുൽ കാഴ്ച. ഒരു ൽക്കാരം വന്നിട്ടുണ്ട് അല്ലെ. അടുത്തത് പിൻ അധികം പാട്, പിൽപ്പാട്. അവിടെ ഒരു ൽ വന്നിട്ടുണ്ട്, ൽകാരം. അതായത് ൽകാരം എന്ന് വെച്ചാൽ ല് എന്ന ശബ്ദം. പൊൻ അധികം കുടം, മുൻകാല ചോദ്യമാണ് കേട്ടോ. പൊന്നധികം കുടം മുൻകാല ചോദ്യം. പൊന്നധികം കുടം ഉത്തരം ഏതാണ്? പൊൽക്കുടമാണ്. അപ്പൊ അവിടെ ഒരു ല് അതല്ലേ. അപ്പൊ ഇവിടെ ഒന്നും നമ്മൾ ല് പറഞ്ഞില്ല, പക്ഷെ ഉത്തരത്തിലൊക്കെ ല് 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 എന്ന് തോന്നുന്നു. അതൊരു റൂളാണ്. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാല് ഈ മുൻ പിൻ പൊൻ അതിലൊക്കെ എന്നൊരു ശബ്ദം ഉണ്ടല്ലോ. ആ ന് എന്ന് പറയുന്ന ശബ്ദവും ഖരവും കൂടെ ചേരുമ്പോൾ നമുക്ക് ല് എന്ന് പറയുന്ന ശബ്ദം ഉണ്ടാവും. അപ്പൊ ഖരം എന്താന്ന് കുറെ പേർക്ക് സംശയം. അപ്പൊ ഖരം, അധികരം, മൃദു, ഘോഷ ഇതൊക്കെ ഓർത്തിരിക്കാനുള്ള ട്രിക്ക് ഞാൻ ഫ്രണ്ട്ലി PSC പണ്ടത്തെ ക്ലാസ് ആണ്. അപ്പൊ അത് കണ്ടു നോക്കുക, അത് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഖരവും അധികരവും മൃദുവും യാരാലാവ അനുനാസികം ഇതിനൊക്കെ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അതിനൊക്കെ ഓർത്ത് വയ്ക്കാനുള്ള കോഡ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഖരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഖരം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ അക്ഷരങ്ങളെയാണ് പറയുന്നത്? ക ച ഡ ത പ അല്ലെ. ക ച കവർഗം ചവർഗം ഇല്ലേ, അതിൽ ആദ്യത്തെ ലെറ്റർ ക ച ട ത പ, ഇതിനെയാണ് നമ്മള് ഖരം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ കാ വന്നു, പാ വന്നു, കാ വന്നു. അപ്പൊ ഇത് കായും പായും ഒക്കെ ഖരത്തിലുള്ളതല്ലേ. അപ്പൊ ഇന്നെന്ന് പറയുന്ന ശബ്ദം പ്ലസ്
ഖരം ചേരുമ്പോൾ ഉത്തരത്തിൽ നമുക്ക് ല എന്ന ശബ്ദം ഉണ്ടാകുന്നു. അതൊരു നിയമമാണ്. അപ്പൊ ഇൻ പ്ലസ് ഖരം ഈക്വൽസ് ല ശബ്ദങ്ങൾ ഉണ്ടാകുന്നു. അപ്പോ തിരുമുന്നധികം കാഴ്ച തിരുമുൽ കാഴ്ച, പിന്നധികം പാട് പിലിപ്പാട്, പൊന്നധികം കുടം പൊൽക്കുടം അല്ലെ. പൊല്ലധികം കുടം പൊലുക്കുടം മുൻകാല ചോദ്യമാണ്. പൊൽ അധികം കുടം പൊലുക്കുടമാണ്. കിട്ടിയോ? ഇനി അടുത്ത ചോദ്യം, അടുത്ത റൂളാണ്, മുൻകാല ചോദ്യമാണ്. കേറ്ററ്റിനൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അല്ലാതെ നമുക്ക് PSCക്കും ചോദിച്ചത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇരട്ടിക്കാതിരുന്നത്. അതായത് ദ്വിത്വസന്ധിയിൽ വരുന്ന ഒരു എക്സെപ്ഷൻ ആണ്. അതായത് ദ്വിത്വസന്ധി ഇരട്ടിച്ചാലും ദ്വിത്വസന്ധിയാണ്, ഇരട്ടിച്ചില്ലേലും ദ്വിത്വസന്ധിയാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ഉദാഹരണം നോക്കി. അപ്പൊ ഇവിടെ ഒന്ന് നോക്കിയേ, എരി അധികം തീ എരിതി ഇരട്ടിക്കുന്നില്ല, ഇരട്ടിച്ചില്ലെങ്കിലും ദ്വിത്വസന്ധിയാണ്. പിന്നെ കട അധികം കോൽ കടകോൽ ഇരട്ടിക്കുന്നില്ല. നിറ അധികം പറ നിറ പറ, എന്താണ് ഇവിടെ ഇരട്ടിക്കാത്തത്? ഇരട്ടിക്കാത്തതിന് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ റീസൺ പറഞ്ഞു അല്ലെ. വിശേഷങ്ങളില്ലാത്ത ദ്വന്ദ്വ സമാസം വന്നാൽ ഇരട്ടിക്കില്ല. അപ്പൊ അതുപോലെ ഇവിടെ ഇരട്ടിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഈ ആദ്യത്തെ പൂർവപദങ്ങൾ എല്ലാം ഒരു ക്രിയയുടെ ധാതുരൂപങ്ങളാണ്. എന്താണ് ക്രിയയുടെ ധാതുരൂപം അഥവാ ക്രിയാധാതു എന്ന് പറയാം? ക്രിയയുടെ ശുദ്ധരൂപം, അതായത് പ്രത്യയങ്ങളൊന്നും ചേരാത്ത ക്രിയാരൂപത്തെയാണ് നമ്മള് ക്രിയാധാതു എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തില് പൂർവപദം ക്രിയാധാതുവായി വന്നാൽ ദ്വിത്വസന്ധി ഇരട്ടിപ്പ് കാണിക്കില്ല. അപ്പൊ ഈ എരിയുടെ കൂടെ പ്രത്യേകിച്ച് പ്രത്യയമൊന്നുമില്ല, കടയുടെയും നിറയുടെയും കൂടെ പ്രത്യയമില്ല. അപ്പൊ നിങ്ങൾക്ക് സംശയം വരും, ഈ കടയും നിറയും എരിയൊക്കെ എങ്ങനെയാണ് ക്രിയയാകുന്നതെന്ന്. അതായത് എരിക്കുക, അതായത് കത്തിക്കുകയില്ലേ, ഇപ്പൊ ഊതി ഊതി എരിക്കുക. അപ്പൊ എരിക്കുക എന്നതിന്റെ പ്രത്യേകം ചേരാത്ത രൂപമാണ് എരി, ശുദ്ധരൂപം ധാതുരൂപം. കട കട എന്ന് പറയുമ്പോ എന്താ? കടയുകയില്ലേ, ഈ ഇപ്പൊ തൈര് കടഞ്ഞ് നെയ്യ് ഉണ്ടാക്കില്ലേ, വെണ്ണ ഉണ്ടാക്കില്ലേ. അപ്പൊ ആ കടയുക എന്നതിന്റെ ഷോർട്ട് രൂപം, പ്രത്യേകം ചേരാത്ത ധാതുരൂപം, ക്രിയാധാതുരൂപമാണ് കട. നിറയ്ക്കുക, എന്തെങ്കിലും ഒഴിച്ച് നിറയ്ക്കുകയില്ലേ, നിറയ്ക്കുക എന്ന് പറയുന്നതിന്റെ ധാതുരൂപം, ക്രിയാധാതുരൂപം, പ്രത്യേകം ചേരാത്ത രൂപമാണ് നിറ. അപ്പോ എരിയും കടയും നിറയും ഒക്കെ പൂർവപദമായിട്ട് വന്നതുകൊണ്ടാണ് ഇവിടെ നമ്മുടെ ദ്വിത്വസന്ധി ഇരട്ടിപ്പ് കാണിക്കാത്തത്. അപ്പോ നോക്കുക, എരിതി കടകോൽ നിറപറ. ഇനി വേറൊരു കേസിലും ദ്വിത്വസന്ധി ഇരട്ടിപ്പ് കാണിക്കില്ല. അതായത് ഉത്തരപദത്തിലെ ആദ്യ വർണ്ണം ശിഥില വർണ്ണമായിട്ട് വന്നാൽ ഇരട്ടിപ്പ് കാണിക്കില്ല. ഉദാഹരണത്തിന് പുലി അധികം മുരുകൻ, ഇത് ദ്വിത്വസന്ധിയിൽ വരുന്നതാണ്. പുലി അധികം മുരുകൻ എന്താണ്? പുലി അധികം മുരുകൻ, പുലി മുരുകൻ തന്നെയാണ്. ഇരട്ടിപ്പുണ്ടോ? ഇല്ല. ഇവിടെ ദ്വിത്വസന്ധി ഇരട്ടിക്കാത്തത് നമ്മുടെ ഉത്തരപദം, അതായത് രണ്ടാമത്തെ പദത്തിലെ ആദ്യത്തെ വർണ്ണം ശിഥിലവർണ്ണമാകുമ്പോഴാണ്. അപ്പൊ ശിഥിലവർണ്ണം ഏതൊക്കെയാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഇതൊക്കെ ഓർത്തിരിക്കാനുള്ള ഒരു ബേസ് ക്ലാസ് പണ്ട് ഇട്ടിട്ടുണ്ട്. അതിൽ പോയാൽ ശിഥിലവർണ്ണമൊക്കെ പെട്ടെന്ന് പഠിക്കാം കേട്ടോ. ഏതൊക്കെയാണ് ശിഥിലവർണ്ണം? യാരാലാവ എന്ന മധ്യമങ്ങൾ, ഹ എന്ന ഘോഷി, എന്ന അനുനാസികം, ഇതിനെല്ലാം ശിഥിലവർണ്ണം എന്ന് പറയാം. അപ്പൊ എന്ന അനുനാസികം, മാ അനുനാസികം എന്ന് പറയുന്ന ശിഥിലവർണ്ണമായതുകൊണ്ടാണ് നമ്മുടെ പുലി മുരുകൻ ഇരട്ടിക്കാതിരുന്നത്. ഇനി അടുത്തത് മധുര രാജ, അതൊരു ഫിലിം പേരാണ് അല്ലെ. മധുര അധികം രാജ, മധുര രാജ ഇരട്ടിക്കാത്ത എന്തുകൊണ്ടാ? അതായത് മധുര അധികം രാജ, മധുര രാജ ഇരട്ടിപ്പ് കാണിക്കില്ല. നമ്മുടെ ഉത്തരപദത്തിലെ ആദ്യത്തെ വർണ്ണമായിട്ടുള്ള രാ ഏതിൽ വരുന്ന? ശിഥിലവർണ്ണത്തില. യാരാലാവ എന്ന മധ്യമങ്ങൾ ശിഥിലവർണ്ണമല്ലേ. അപ്പൊ രാ ശിഥിലവർണ്ണമായതുകൊണ്ടാണ് മധുര രാജ ഇരട്ടിക്കാത്തത്. മാ ശിഥിലവർണ്ണമായതുകൊണ്ടാണ് പുലി മുരുകൻ ഇരട്ടിക്കാത്തത്. അപ്പൊ ഇത്ര റൂള് കിട്ടിക്കാണല്ലോ. നമുക്കിനി അടുത്ത് നോക്കാം. അപ്പൊ അടുത്തത് ഒരു മുൻകാല ചോദ്യമാണ്. ആനഭ്രാന്ത് PSCക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. ഇപ്പൊ ആന അധികം ഭ്രാന്ത്, ആനബ് ഭ്രാന്ത്. അപ്പൊ അഡീഷണൽ ഒരു ബ് കയറി വന്നപ്പോ എല്ലാവർക്കും ഒരു സംശയമായി. അപ്പൊ ഇത് നമ്മുടെ ദ്വിത്വസന്ധിയിൽ വരുന്ന ഒരു എക്സെപ്ഷൻ ആണ്. അപ്പൊ ദ്വിത്വസന്ധിയിൽ പഠിക്കാനുള്ളതാണ്. അപ്പൊ ദ്വിത്വസന്ധിയിൽ പഠിക്കുമ്പോൾ സാധാരണ ദ്വിത്വസന്ധിക്ക് ഇരട്ടിപ്പാണ് വരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഇരട്ടിപ്പല്ല വന്നേക്കുന്നത്. അപ്പൊ അതൊരു റൂളാണ്. അപ്പൊ ആദ്യം നമുക്ക് ഇത് നോക്കിയതിന് ശേഷം റൂളിലേക്ക് പോവാം. അതായത് ആന അധികം ഭ്രാന്ത് ചേരുമ്പോൾ ആനബ് ഭ്രാന്താണ്. അതായത് ബ് എന്നൊരു വർണ്ണം
അഡീഷണൽ കാണുകയാണ്. പാതി അധികം ഫലം, പാതി ഫലമാണ്, അതായത് എന്ന് പറയുന്ന പറഞ്ഞാൽ അഡീഷണൽ വന്നു. അപ്പൊ ഇതിന്റെ ദ്വിത്വസന്ധിയുടെ റൂൾ ഇതാണ്. ഘോഷത്തിനും അധികരത്തിനും ദ്വിത്വം സംഭവിക്കുമ്പോൾ നമ്മുടെ ഉത്തരത്തിൽ ആരും കൂടെ ഉണ്ടാവും, ഒരു ഖരവോ അല്ലെങ്കിൽ ഒരു മൃദുവോ കൂടെ വരുന്നതാണ്. ശരിക്കും ഇത് ദ്വിത്വസന്ധിയിൽ തന്നെ വരുന്നതാണ്. ഭായ്ക്ക് ഇവിടെ ദ്വിത്വം സംഭവിച്ചപ്പോൾ അഡീഷണൽ ബ കയറി വന്നു. ഭായ്ക്ക് ഇവിടെ ദ്വിത്വം സംഭവിച്ചപ്പോൾ അഡീഷണൽ ബ കയറി വന്നതാണ്. അപ്പോൾ ഘോഷത്തിന് ഉദാഹരണം ഇതൊക്കെ ഓർത്തിരിക്കാനുള്ള കോഡ് ഇട്ടിട്ടുണ്ട്. ഘോഷത്തിന് ഉദാഹരണം ഭായാണ്. അപ്പൊ ഭ ഘോഷമല്ലേ. അപ്പൊ ഭ എന്ന് പറയുന്ന വർണ്ണത്തിന് ദ്വിത്വം സംഭവിച്ചപ്പോൾ നമ്മുടെ ഉത്തരത്തിൽ ആരാണ് കയറി വന്നേക്കുന്നത്? ഈ മൃദൂല ഒരുത്തനാണ് വന്നേക്കുന്നത്. മൃദൂല ആരാണ്? ഗജടത ബായാണ് കയറി വന്നേക്കുന്നത്. അപ്പൊ ഘോഷത്തിന് ദ്വിത്വം സംഭവിച്ചപ്പോൾ ബ അഡീഷണൽ കയറി വന്ന റൂളാണ് ഇതിന്റെ ഉത്തരം. ഇനി അടുത്തത് പാതി അധികം ഫലം പാതി ഫലം. അപ്പൊ പാതി ഫലം അല്ലെ. അപ്പൊ ഇവിടെ ഭ എന്ന് പറയുന്നത് ആരാണ്? അധികരമാണ്. അധികരത്തിന് ദ്വിത്വം സംഭവിച്ചപ്പോൾ നമ്മുടെ ഉത്തരത്തില് പ എന്ന് പറയുന്ന ഖരം കേറി വന്നതാണ്. അപ്പൊ ഈ റൂള് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെച്ചേക്കുക. അപ്പോ ഘോഷത്തിനും അധികരത്തിനും ദ്വിത്വം സംഭവിക്കുമ്പോൾ ഉത്തരത്തിൽ ആരും കൂടെ കേറി വരും? ഖരമോ മൃദുവോ കൂടെ കേറി വരുന്നത് കൊണ്ടാണ് ആനാധികം ഭ്രാന്ത് ആനവു ഭ്രാന്ത്. ചിലർക്ക് ഈ വേർഡ് കാണുമ്പോൾ ആഗമസന്ധിയാണെന്ന് തോന്നും. അല്ല, ദ്വിത്വത്തിലെ എക്സെപ്ഷൻ ആണ്. അപ്പൊ ആനാധികം ഭ്രാന്ത് ആനവു ഭ്രാന്ത്. പാതി അധികം ഫലം പാതി ഫലം. അടുത്ത നമ്മൾ നോക്കുന്നത് വിസർഗവുമായിട്ട് ബന്ധപ്പെട്ട നിയമമാണ്. അപ്പൊ ആദ്യം നമുക്ക് പദങ്ങൾ നോക്കാം. മന വിസർഗം കേട്ടോ. മന അധികം സുഖം. മനസുഖം എന്ന് എഴുതാം. അതായത് വിസർഗം ഇട്ടും എഴുതാം, ഇസ്സാ ചേർത്തും എഴുതാം. അടുത്തത് ആയു അധികം ശേഷം. വിസർഗം കാണുന്നുണ്ടല്ലോ അല്ലെ. ആയു അധികം ശേഷം. വിസർഗം വിട്ട് ആയു ശേഷം എന്നും എഴുതാം, അല്ലെങ്കിലോ ആയു ശേഷം ഡബിൾ ച വന്നിട്ട് എഴുതാം. അപ്പൊ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പിരിച്ചെടുത്ത നിയമത്തിൽ വരുന്നതാണ് അല്ലെ. എന്താണ് സംഭവം? അപ്പൊ നമ്മുടെ നിയമം ഇതാണ്. വിസർഗത്തിന് ശേഷം ശ ഷ സ ഇവ വരികയാണെങ്കിൽ വിസർഗം വിസർഗമായിട്ട് തുടരുകയോ അല്ലെങ്കിൽ വിസർഗം എന്തായിട്ട് മാറും? ഈ ഷായോ ഷായോ സായോ ആയിട്ട് മാറുകയും ചെയ്യും. അപ്പൊ നോക്കിക്കേ, ആദ്യത്തെ കേസിൽ മനാധികം സുഖം, വിസർഗം വിസർഗമായിട്ട് തുടർന്നു, അതുകൊണ്ട് മനസുഖം. ഇനി അടുത്ത കേസിൽ വിസർഗം എന്ത് ചെയ്തു? തൊട്ടടുത്ത അക്ഷരമായ സായായി മാറി. അപ്പൊ രണ്ട് സാ വന്നു, അപ്പൊ മനസുഖമായി. നെക്സ്റ്റ് കേസ് PSC ഈ വിസർഗം ഇട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്തത് ആയു അധികം ശേഷം വിസർഗം എന്തായിട്ട് മാറും? വിസർഗം വിസർഗമായിട്ട് തന്നെ തുടരും. പിന്നെ എങ്ങനെ എഴുതാം? വിസർഗം ശായായിട്ട് മാറും. അപ്പൊ രണ്ട് ശ. അപ്പൊ ആയുശേഷം. അതൊരു നിയമമാണ്. ഇനി അടുത്ത കേസിൽ വിസർഗം ചേരുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. അതായത് അന്ത അധികം കരണം, അന്ധകരണം. അപ്പൊ ഈ കേസിലുണ്ടല്ലോ ഈ കാ ഇരട്ടിക്കില്ല. എന്തുകൊണ്ടാണെന്ന് പറയാം. ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. അടുത്ത കേസില് പുന അധികം പരിശോധന, പുനഃപരിശോധന. ഈ കേസിലും പാ ഇരട്ടിക്കില്ല. അപ്പൊ ഇപ്പാ ചേർത്തെഴുതുന്നതും ഇക്കാ ചേർത്തെഴുതുന്നതും തെറ്റാണ്. അടുത്ത കേസില് അധാധികം പതനം, അധപതനം. ഒരു പായേ ഉള്ളൂ, ഇരട്ടിച്ച്. ഈ റൂള് ഇവിടെ ആപ്ലിക്കബിൾ അല്ല. ഇത് വേറൊരു റൂളാണ്. അപ്പൊ അത് പറയാൻ പോവാണ് കേട്ടോ. അന്ത അധികം കരണം, അന്ധകരണം. നമ്മുടെ റൂൾ ഇതാണ്. മുൻപിൽ അകാരമുള്ള വിസർഗത്തിന് ശേഷം അന്ത അകാരം, പുന അകാരം, അധ അകാരം. അപ്പോ മുൻപിൽ അകാരമുള്ള വിസർഗത്തിന് ശേഷം എന്ത് വരികയാണെങ്കിൽ കാക്ക ബാപ്പ എന്നീ അക്ഷരങ്ങൾ വരികയാണെങ്കിൽ നമ്മുടെ വിസർഗം വിസർഗമായിട്ട് തുടരും. എന്താണ്? മുൻപിൽ അകാരമുള്ള വിസർഗത്തിന് ശേഷം കാക്കാ ബാപ്പ എന്നീ അക്ഷരങ്ങൾ വരികയാണെങ്കിൽ നമ്മുടെ വിസർഗം വിസർഗമായിട്ട് തുടരും. അതിനുള്ള ഉദാഹരണമാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത് കേട്ടോ. അപ്പൊ അന്താധികം കാരണം ഇക്ക വരാത്ത എന്തുകൊണ്ടാ? റൂള് പ്രകാരം കാക്കാ ബാപ്പ കാ വന്നു, പാ വന്നു, പാ വന്നു. അതുകൊണ്ടാണ് എന്ത്? വിസർഗം വിസർഗമായിട്ട് തുടരുന്നത്. ഇരട്ടിപ്പൊന്നും ഇവിടെ വരത്തില്ല. രണ്ടാമത്തെ റൂളാണ്. അന്താധികം കരണം, അന്ധകരണം. വിസർഗം വിസർഗമായിട്ട് തുടരണം, ഇരട്ടിപ്പ് വരൂല. അപ്പൊ ആ റൂൾ
റൂള് കിട്ടിക്കാണല്ലോ. മുൻപിലകാരമുള്ള വിസർഗത്തിന് ശേഷം കാക്ക ബാപ്പ എന്നീ അക്ഷരങ്ങൾ വരികയാണെങ്കിൽ നമ്മുടെ വിസർഗം വിസർഗമായിട്ട് തുടരും. പിന്നെ മറ്റൊരു റൂളും കൂടെ, മുൻപിൽ അകാരമുള്ള സ് എന്ന ശബ്ദത്തിന് ശേഷം ഈ സെയിം സാധനം വിസർഗത്തിന് പകരം സ് ഇവിടെ വരികയാണ്. പിന്നെ സ് കഴിഞ്ഞിട്ട് കാക്ക ബാപ്പ വരികയാണെങ്കിൽ നമ്മുടെ സ് എന്ത് ചെയ്യുന്നു? വിസർഗമായിട്ട് മാറും. മുൻപിൽ അകാരമുള്ള സിന് ശേഷം കാക്ക ബാപ്പ അല്ലെ പാ വരികയാണെങ്കിൽ നമ്മുടെ സ് എന്തായിട്ട് മാറും? വിസർഗമായിട്ട് മാറും. മുൻപിൽ അകാരമുള്ള സിന് ശേഷം കാക്ക ബാപ്പയില ഭ വന്നത് കൊണ്ട് തപസധികം ഫലം, തപഫലം വിസർഗം വന്നു. അതായത് വിസർഗമായിട്ട് മാറും. അപ്പൊ ചുമ്മാ അങ്ങ് മനപ്പാടം എന്നൊക്കെ പഠിക്കുമ്പോൾ ഈ റൂളും കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റും. അപ്പോൾ മനസ്സ് അധികം പീഡ ന് ശേഷം കാക്കാബാപ്പയില പാ വന്നു, സ് വിസർഗമായിട്ട് മാറി മനപ്പീഡ. തപസ് അധികം ഫലം, അപ്പൊ അകാരമുള്ള സിന് ശേഷം പാപ്പയില ഭാ വന്നതുകൊണ്ട് സ് എന്തായിട്ട് മാറി? സ് വിസർഗമായിട്ട് മാറി, തപഫലം. ഇത്രയും എളുപ്പമല്ലേ? ഒന്ന് വായിക്കുകയാണ്. മനസുഖം ആയുശേഷം രണ്ട് രീതിയിൽ എഴുതാം. ഇസായിട്ടും വിസർഗം ഇട്ടും എഴുതാം. രണ്ടാമത്തെ കേസ് നമുക്ക് ഡബിള് ആയിട്ട് എഴുതാൻ പറ്റില്ല, വിസർഗമായിട്ട് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ അന്ധക്കരണം, പുനഃപരിശോധന, അധപതനം. യഥാർത്ഥ റൂള് കിട്ടിയല്ലോ. ഇനി ഓർത്തിരിക്കാൻ ഒരു കുഞ്ഞു കോഡ് പറയാണ് കേട്ടോ. അന്ധക്കരണം, ഭയങ്കര അന്ധക്കരണമാണെന്ന് പറയുമ്പോൾ സാധാരണ കരണമാണെന്ന് നോക്കുക കേട്ടോ. പിന്നെ പുനഃപരിശോധന, അപ്പൊ ഒരു പ്രാവശ്യം പരിശോധിച്ച് വീണ്ടും പരിശോധിക്കുന്നതാണല്ലേ പുനഃപരിശോധന. അപ്പൊ എന്താ, ഭയങ്കരമായിട്ടുള്ള പരിശോധന വേണ്ടല്ലോ, സാധാരണ പരിശോധന മതി, സാധാരണ പാ മതി. പിന്നെ വിസർഗം വേണമെന്ന് ഓർക്കാനേ, ഇപ്പൊ ഒരു പ്രാവശ്യം പരിശോധിച്ച സാധനത്തിൽ കുത്തും കോമയൊക്കെ ഉണ്ടാവില്ലേ, അപ്പൊ അതിൽ വിസർഗം ഉണ്ട്. പിന്നെ സാധാരണ ഒരു പരിശോധന മതി അല്ലെ, പുനഃപരിശോധന സാധാരണ ഒരു പരിശോധന, അപ്പൊ വെറും പാ മതി. പിന്നെ അധപ്പതനം, അതായത് അധപ്പതിച്ചവരെ എന്താ, അധപ്പതിച്ച് കിടക്കുക, രണ്ട് കുത്തു കൊടുക്കുക അല്ലെ. അപ്പൊ അധപ്പതനത്തിന് വിസർഗം വേണം. പിന്നെന്താ, അങ്ങ് പതിച്ചു കിടക്കുക, വലിയ ആർഭാടമൊന്നും വേണ്ടല്ലേ. അധപ്പതിച്ചു, വലിയ ആർഭാടം വേണം വേണ്ട. അപ്പൊ എന്താ, സാധാരണ പാ മതി. അപ്പൊ സാധാരണ പരിശോധന, സാധാരണ പതനം, സാധാരണ കരണം, അങ്ങനെ ഒന്ന് ഓർത്ത് കോഡ് വഴി അങ്ങനെ ഒന്ന് ഓർക്കുക. അപ്പൊ ഇതൊക്കെയാണ് പൊതുവെ ചോദിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത നോക്കാം. മനസ്സ് അധികം ശുദ്ധി, മനഃശുദ്ധി. തപസ് അധികം ചര്യ, തപശ്ചര്യ. മഹത് അധികം ചരിതം, മഹച്ചരിതം. ശരത് അധികം ചന്ദ്രൻ, ശരചന്ദ്രൻ. ചലത് അധികം ചിത്രം, ചലച്ചിത്രം. മുൻകാല ചോദ്യങ്ങളിൽ കണ്ടു കാണും അല്ലെ ഇത്. അപ്പൊ നമുക്ക് അതിന്റെ റൂൾ ഒന്ന് നോക്കാം. അതായത് സും ഷായും കൂടെ ചേരുമ്പോ ഇവിടെ രണ്ട് ഷാ വരികയാണ്. സും ഷായും കൂടെ ചേരുമ്പോ ഇവിടെ എക്സ്ട്രാ ഒരു ഷാ വരികയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ റൂള് നോക്കാം. അതായത് സാ തവർഗം. എന്തൊക്കെയാണ് തവർഗം? ഇവയാണ് തവർഗം, വർഗാക്ഷരങ്ങൾ തവർഗം. അപ്പോ സാ തവർഗം ഇവയോടുകൂടി ഷായും ചവർഗവും ചേരുകയാണെങ്കിൽ, ചവർഗം ഏതൊക്കെയാണ്? ചാ. അപ്പോ സാ തവർഗം ഇവയോടുകൂടി ഷായും ചവർഗവും ചേരുകയാണെങ്കിൽ സാ ഷായായിട്ട് മാറും, സാ ഷായായിട്ട് മാറും. പിന്നെയോ താ ചായുമായിട്ട് മാറും, താ ചായുമായിട്ട് മാറും. അപ്പോ സായുടെ കൂടെ ഷാ ചേർന്നപ്പോൾ എന്തായിട്ട് മാറുന്ന നമ്മൾ പറഞ്ഞേ? ഷായായിട്ട് മാറുന്നല്ലേ പറഞ്ഞേ. അപ്പൊ തപസ്സധികം ശുദ്ധി, അപ്പൊ നമ്മുടെ സ് എന്തായിട്ട് മാറും? സ് ഷായായിട്ട് മാറും. അപ്പൊ തപശുദ്ധി, രണ്ട് ഷാ വന്ന് എന്തുകൊണ്ടാ? നമ്മുടെ സ് ഷായായിട്ട് മാറിയോണ്ടാ. അടുത്ത കേസ് സ് ചായുമായിട്ട് ചേരുമ്പോഴും എന്തായിട്ടാ മാറാ? സ് ഷായായിട്ട് മാറും. അപ്പൊ അതുകൊണ്ടാണ് തപസ്സധികം ചര്യ, തപശ്ചര്യ വന്നത്, ഷ് ആയിട്ട് മാറിയത്. ഇനി അടുത്ത റൂള് മുൻകാല ചോദ്യമാണ് അല്ലെ. അതായത് തും ചായും കൂടെ ചേരുമ്പോൾ, അതായത് ഇവിടെ എന്താ ചേർന്നേക്കുന്നത്? തവർഗം ചവർഗമായിട്ട് ചേരുമ്പോൾ എന്തായിട്ട് മാറും? തവർഗം ചവർഗമായിട്ട് മാറും, താ ചായായി മാറും. അതായത് മഹത്തധികം ചരിതം, മഹച്ചരിതം. ശരത്തധികം ചന്ദ്രൻ, ശരത്
ശരചന്ദ്രൻ. ചലത്തധികം ചിത്രം, അതായത് തായും ചായും ചേരുമ്പോ ചായാകും. തായും ചായും ചായാകും. തായും ചായും ചായാകും. അപ്പോ മഹച്ചരിതം, ശരചന്ദ്രൻ, ചലച്ചിത്രം. അപ്പൊ ഇച്ഛാ ചേർന്ന് വരുന്നത് ഇച്ഛാചരിതം, ഇച്ഛാചന്ദ്രൻ, ഇച്ഛാചിത്രം. ഇച്ഛ 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 കൂട്ടി വരുന്നത് എന്തുകൊണ്ടാ? ഈ ത എന്ന് പറയുന്നത് ചായായി മാറുകയാണ്. അപ്പോ സ തവർഗം ഇവയോടുകൂടി ഷ ചവർഗം ചേരുമ്പോൾ സ ഷായായിട്ട് മാറും, ത ചായായിട്ട് മാറും. അപ്പൊ ഇത് വന്നത് എങ്ങനെയാന്ന് മനസ്സിലായല്ലോ. മഹച്ചരിതം, ശരചന്ദ്രൻ. അപ്പൊ ഞാൻ അടുത്ത ഉദാഹരണം നോക്കിയ മുൻകാല ചോദ്യമാണ്. വിദ്യുത് അധികം ശക്തി, വിദ്യുത് ശക്തി. ശരിക്കും എന്തെന്നാ വരേണ്ടത്? താ ചായായിട്ട് മാറണം അല്ലെ? നോക്കിയേ, മാറിയിട്ടുണ്ടോ നോക്കിയേ. താ ചായായിട്ടൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ നിലവിലുള്ള ഷ അവിടെ ഷായായിട്ട് കിടക്കേണ്ടതല്ലേ? ഇവിടെ കിടക്കുന്നുണ്ടോ? ഇല്ല, അത് എക്സെപ്ഷൻ ആണ് കേട്ടോ. അപ്പൊ വിദ്യുത് അധികം ശക്തി, വിദ്യുത് ശക്തി. അതായത് മലയാളത്തിലെ മറ്റൊരു നിയമപ്രകാരം നമ്മുടെ ഷ ഛായായിട്ട് മാറുകയാണ് അവിടെ കേട്ടോ. അപ്പൊ ഈ സെയിം റൂൾ ആണ്, അതിലെ എക്സെപ്ഷൻ ആയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ വിദ്യുത് അധികം ശക്തി താ നമ്മുടെ പതിവ് പോലെ ഛായായിട്ടൊക്കെ ഇവിടെ മാറുന്നുണ്ട്. പക്ഷേ ഷ എന്തായിട്ട് മാറും? അവിടെ ഛായായിട്ട് മാറുന്ന ഇതേ റൂളിൽ വരുന്ന എക്സെപ്ഷൻ ആണ്. വിദ്യുത് അധികം ശക്തി, വിദ്യുത് ശക്തി. മുൻകാല ചോദ്യമാണ്. ശരത്തധികം ചിത്രം, ചലച്ചിത്രം. ശരത്തധികം ചന്ദ്രൻ, ചലച്ചിത്രം. ശരത്തധികം ചന്ദ്രൻ, ശരചന്ദ്രൻ. മുൻകാല ചോദ്യമാണ്. റൂള് കിട്ടിക്കാണല്ലോ. ഇനി അടുത്ത മുൻകാല ചോദ്യമാണ്. ത്വക്ക് അധികം രോഗം, ത്വക് രോഗം അല്ലെ? ഇവിടെ ക ആണ് നമ്മൾ കൊടുത്തത്, ഇവിടെ ഗായായിരിക്കണം. മുൻകാല ചോദ്യമാണ്. ഹൃത് അധികം വികാരം, ഹൃത് വികാരം. നമ്മൾ അവിടെ ത് കൊടുത്തു, പക്ഷെ നമുക്ക് എന്താ കിട്ടിയേക്കുന്നത്? നമുക്ക് ദായാണ് കിട്ടിയേക്കുന്നത്. അപ്പൊ ഇവിടുത്തെ നിയമം എന്താണെന്ന് വെച്ചാല് നമ്മുടെ പദാന്ത്യത്തിലെ ദൃഢവർണം മൃദുവായിട്ട് മാറുകയാണ്. അപ്പൊ ദൃഢവർണം എന്താണ്? അതായത് ശിഥിലവർണ്ണങ്ങൾ ഒഴിച്ചുള്ള വർണ്ണമാണ് ദൃഢവർണം. ശിഥിലവർണ്ണം ഏതാണ്? യാരാലാവ എന്ന മധ്യമങ്ങൾ, ഹ എന്ന ഘോഷി, ങനനമ എന്ന അനുനാസികം, ഇവന്മാരാണ് ശിഥിലവർണം. അപ്പൊ അവരൊഴിച്ച് ബാക്കി ഇവിടെ വരുന്ന സാധനങ്ങൾ ചേർന്ന് നമ്മുടെ പ്രോഡക്റ്റിൽ എന്ത് കിട്ടും? പ്രോഡക്റ്റില് ദൃഢവർണ്ണമാണ് ചേരുന്നെങ്കിൽ ആ ദൃഢവർണ്ണം എന്തായിട്ട് മാറും? ക എന്ന് പറയുന്ന ദൃഢവർണ്ണം മൃദുവായിട്ട് മാറും. മൃദു ഏതൊക്കെയാ? ഗജഡദബ. ഇതാണ് മൃദുക്കൾ കേട്ടോ. ഗജഡദബ, ഗജഡദബ ഇല്ലേ? അതായിട്ടങ്ങ് മാറുകയാണ്. അപ്പൊ ത്വക്കധികം രോഗം, ത്വകു രോഗം. ഗ മൃദുവാണ്. അപ്പൊ ത്വകു രോഗമായിട്ട് മാറുന്നത് അതുകൊണ്ടാണ് നിയമപ്രകാരം. ഹൃത്തധികം വികാരം. അപ്പൊ ത് എന്ന ദൃഢവർണം പ്രോഡക്റ്റിൽ എന്തായിട്ട് മാറുകയാണ്? ദ എന്ന മൃദുവായിട്ട് മാറുകയാണ്. ഗജഡ ദബ. അപ്പൊ ദ എന്ന മൃദുവായിട്ട് മാറുകയാണ്. അപ്പൊ ഹൃത്തധികം വികാരം ഹൃദ്വികാരമായിട്ട് മാറിയതുകൊണ്ടാണ്. ഇനി ഈ റൂള് നിങ്ങൾ മറന്നുവാണെങ്കിൽ ഞാൻ ഒരു കൊച്ചു കോഡ് പറഞ്ഞുതരാം. മുൻകാല ചോദ്യമല്ലേ? അതായത് നമ്മുടെ ത്വക്കിന് രോഗം വരുമ്പോ എന്ത് പറ്റും? നമ്മുടെ ത്വക്കൊക്കെ വല്ലാണ്ടായി പോകും അല്ലെ? അപ്പൊ ത്വക്ക് അങ്ങ് മാറി വേറെ രീതിയായി പോകും അല്ലെ? ത്വക്കിന്റെ ഒരു സ്ട്രക്ചർ ഒക്കെ പോയിട്ട് വേറെ ഒരു രീതിയിലായി പോകും അല്ലെ? ഗായായി പോകും. ത്വക് രോഗം. കാ മാറി ഗാ വരും. അതായത് നമ്മുടെ അംഗവൈകല്യത്തിന്റെ ഗാ ഇല്ലേ? അതുപോലത്തെ ഗായായി മാറും. കാ എന്തായി മാറും? ഗായായി മാറും. ഇനി ഹൃത്തധികം വികാരം. ഹൃദയത്തിൽ വികാരം വരുമ്പോ എന്ത് പറ്റും? ഹൃദയത്തിൽ വികാരം വരുമ്പോഴേ ഹൃദയത്തിന് ദ്വാരം വീഴും. അതായത് ദ്വാരത്തിൻ്റെതായാണെന്ന് ഓർക്കുക. അതുപോലെ വാക് അധികം ദാനം ചേരുമ്പോ എന്താവും? വാഗ്ദാനം. അതായത് ഗാ വരും അല്ലെ? അപ്പൊ അതെങ്ങനെ ഓർക്കാം? അതായത് വാക്ക് അധികം ദാനം ചേർത്ത് എഴുതുമ്പോൾ ഇതുപോലെ സെയിം റൂള് വാഗ്ദാനമായി മാറും. അതായത് ക എന്ന് പറയുന്നത് ഗായായി മാറും. അപ്പൊ കൊടുത്തപ്പോ വാക്കായിരുന്നു, പാലിക്കേണ്ടി വന്നപ്പോ വാക്ക് മാറ്റി ഗായാക്കി ഓർത്താൽ മതി. അപ്പൊ നമ്മുടെ റൂള് മനസ്സിലായല്ലോ. അപ്പൊ ഇതൊക്കെ ചെറിയ ചെറിയ കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഓർക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ പ്രധാനപ്പെട്ട പിരിച്ചെഴുത്ത് ചേർത്തെഴുത്ത് നിയമം ഞാൻ പഠിപ്പിച്ചു. അപ്പൊ എന്റെ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്ലി PSC ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം. പിന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ഫ്രണ്ട്ലി PSC എന്നാണ്. പിന്നെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.